ഇനി ഓണത്തിന് പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒരുണ്ട പുളിയിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. പിന്നെ നമുക്കൊരു 150 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു ചോപ്പറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് എല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. ഈ സമയം കൊണ്ട് നമ്മുടെ പുളിയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ ഇഞ്ചിയൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. ഇത് നമുക്ക് മിക്സിയിൽ ഒന്നുകൂടി ഒന്ന് അടിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് കടുകും അതുപോലെ വറ്റൽ മുളകും 2 പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് പച്ചമണം മാറി കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ ആ പുളിവെള്ളം കൂടെ പിഴിഞ്ഞൊഴിക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ആ പുളി എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ ആ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് അല്പം ഉലുവാപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേണം ഒന്ന് കുക്ക് ചെയ്യണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോഴത്തേനും നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറുമ്പോഴത്തേന് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. ഇനി നമുക്കൊരു കുപ്പിയിലാക്കി സൂക്ഷിക്കാം.